വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 മിനിറ്റ് ഈസി റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഐഡിയ എന്ന് പറഞ്ഞ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്യൂഷൻ വിത്ത് ഏഷ്യൻ റൈസ് നൂഡിൽസ് ആണ്. അപ്പൊ നമുക്കിനി എന്തൊക്കെയാ വേണ്ടത്, നമ്മുടെ 5 മിനിറ്റ് റെസിപ്പിയിലേക്ക് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് കാണാം. നമുക്കത് ഇവിടെ കുറച്ച് ബെൽ പെപ്പർ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തിൻ സ്ലൈസ് ആക്കിയതാണ്. അത് കൂടാതെ നമുക്കിവിടെ സൗത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒനിയൻ ഉണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഉണ്ട്, 2 പച്ചമുളക് ഉണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഫെനൽ ഉണ്ട്, കുറച്ച് കറിവേപ്പില ഉണ്ട്, പിന്നെ ഒരു ഹാഫ് ലെമണിന്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്, പിന്നെ നമുക്കത് ഇവിടെ ഗാർലിക് ഉണ്ട്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറിയാണ്ടറും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ ഫ്രഷ് നല്ല തിൻ സ്ലൈസ് ആയിട്ട് സ്ട്രിപ്പായിട്ട് സ്ലൈസ് ചെയ്ത ബീഫ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തിൻ സ്ട്രിപ്പായിട്ട് സ്ലൈസ് ചെയ്ത ബീഫ് ഉണ്ട്, പിന്നെ റൈസ് നൂഡിൽസ് ഉണ്ട്, 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ ഇതിനകത്ത് സോസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആകെ 2 സോസ് മാത്രമേ ഉള്ളൂ, ഫിഷ് സോസും സോയ സോസും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയി നമ്മൾ ചെയ്യേണ്ടത് റൈസ് നൂഡിൽസ് ബോയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ നല്ല രീതിയിൽ ബോയിലായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബീഫ് നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യണം. സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും പിന്നെ സോയ സോസും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ നമുക്കിനി ബീഫ് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പിഞ്ചോളം സോൾട്ട് ഇടുന്നുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോയ സോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈറ്റ് സോയ സോസ് ആണ് മാരിനേഷൻ ഉപയോഗിച്ചേക്കുന്നത്. ഡാർക്ക് സോയ സോസ് സ്റ്റിർ ഫ്രൈക്ക് നമുക്ക് എന്താ പറയുക കൂടുതൽ ഫ്ലേവർ നൽകില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബീഫ് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് മാരിനേഷൻ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ബീഫ് മാറ്റി വെച്ചിട്ട് നൂഡിൽസിന്റെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ വെള്ളം നമുക്ക് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇത് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇടുമ്പോൾ മാക്സിമം എല്ലാ സൈഡും നല്ല രീതിയിൽ വെള്ളത്തിൽ ഇമേഴ്സ് ആയിട്ട് ഇരിക്കാൻ നോക്കണം. അപ്പോൾ അത് ഈക്വലായിട്ട് കുക്കായിട്ട് വരും. ഇതൊരു 5 മിനിറ്റ് മാക്സിമം ഒരു 5 മിനിറ്റ് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടാൽ നല്ല തിളച്ച വെള്ളത്തിലിട്ടാൽ അത് കുക്കായി വരും. നൂഡിൽസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒട്ടും തീരെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നൂഡിൽസ് നമ്മൾ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് സ്റ്റിർ ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി സ്റ്റിർ ഫ്രൈയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വോക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ബീഫ് ഇട്ടാൽ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം അധികം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിർ ഫ്രൈ ആകുമ്പോൾ. അപ്പോൾ ഇത് ബീഫ് നമുക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മളിത് ബീഫ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കി പരിപാടിയും ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ അതേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഫെനൽ ആഡ് ചെയ്യാം. വൺസ് ഫെനൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതേ ഫെനൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അതിന് നമുക്ക് സബോള ആഡ് ചെയ്യാം. ഇത് കൂട്ടാക്കി തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാണ്. ഈസി പ്രിപ്പറേഷൻ ആയ കാരണം ഇനി അതൊന്ന് വഴറ്റാം.
അപ്പൊ ഇതിലോട്ട് നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ അതേ ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം തന്നെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യുള്ളൂ. അത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. നല്ല കളറായി 3 തരം ക്യാപ്സിക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അധികം നേരം നമ്മൾ കുക്ക് ചെയ്യുന്നില്ലേ, ഒരു 2 മിനിറ്റ് നമുക്ക് ആ ക്രഞ്ചിനെസ് കിട്ടണം. വൺസ് ക്യാപ്സിക്കം സെറ്റായി കഴിഞ്ഞാൽ നമ്മളതൊന്നൊരു സൈഡിലോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 മുട്ട ചിക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളൊരു 3 മുട്ട ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 2 മുട്ട ആഡ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്തിരി കൂടി ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ 3 ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തം നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് ചിക്കി എടുക്കാം നമുക്കത്. അപ്പോൾ മുട്ട നല്ല രീതിയിൽ ചിക്കി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയും വെജിറ്റബിളൊക്കെ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഫിഷ് സോസും പിന്നെ കുറച്ച് ലെമണും നമുക്ക് ആഡ് ചെയ്യാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഷ് സോസ് ഒറ്റ ടേബിൾ സ്പൂൺ മതി. കാരണം ഫിഷ് സോസിന് നല്ല സ്ട്രോങ് ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒറ്റ ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുള്ളൂ. അതങ്ങിടുക. പിന്നെ നമ്മൾ ലെമൺ ഒരു ഹാഫ് ലെമൺ യൂസ് ചെയ്ത് അങ്ങ് ഒഴിക്കുകയാണ്. നമ്മൾ ഫിഷ് സോസും നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ബീഫ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ബീഫ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് നമുക്കിനി ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബീഫിലോട്ട് ആ ഫിഷ് സോസിൻ്റെയും സോയ സോസിൻ്റെയും പിന്നെ നാരങ്ങയുടെ ഒക്കെ പുളിയും ടാങ്കി ഫ്ലേവറൊക്കെ കയറി നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരും. വളരെ കാണാൻ നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിതിനൊരു 2 മിനിറ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ബീഫ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് നൂഡിൽസ് തിരിച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ബീഫ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനോട്ട് റൈസ് നൂഡിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൺസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തണുത്തൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസായിട്ട് വരും. നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിത് മൊത്തം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്യാനേ. അപ്പോൾ നൂഡിൽസ് നമുക്കത് 2 സ്പൂൺ എടുത്തിട്ട് 2 തവി എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അന്ന് പ്ലേറ്റിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് ഈസി റെസിപ്പി നൂഡിൽസ് ഇവിടെ റെഡിയാണ്. നല്ല ഫ്യൂഷൻ സ്റ്റൈലിൽ സൗത്ത് ഇന്ത്യൻ തായ് റൈസ് നൂഡിൽസ് ആണ്. നമുക്കിനി ഇത് കഴിച്ചു പോകാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ചെറിയൊരു പീസ് ബീഫ് എടുക്കുകയാണ്. എല്ലാം ഒരുമിച്ച് സിംഗിൾ ബൈറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം.
ഇതോട് പറയാ സംഭവം കിടക്കിണ്ട്. നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 5 മിനിറ്റിന്റെ കേസുള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. വളരെ ഫ്യൂ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് കുക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് താഴെ കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അതിനുശേഷം നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയിലൂടെയോ അല്ലെങ്കിൽ പുതിയൊരു ട്രാവൽ വ്ലോഗിലൂടെയോ കാണുന്നവരെ ഗുഡ് ബൈ.